ഏവർക്കും നമസ്കാരം. നമ്മുടെ മലയാളം ക്ലാസ്സിലെ പുതിയ പാഠഭാഗത്തേക്കാണ് കടക്കുന്നത്. പാഠത്തിൻ്റെ പേര് അമ്മത്തൊട്ടിൽ. ആദ്യമായി അമ്മത്തൊട്ടിൽ ആരാണ് എഴുതിയത്? റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ ഭാഗമാണ് ഈ പ്രാവശ്യം CBSEക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായി റഫീഖ് അഹമ്മദിനെ കുറിച്ച് പറയാം. പുതുതലമുറയിലെ ശ്രദ്ധേയനായ കവിയാണ് റഫീഖ് അഹമ്മദ്. 1961 തൃശ്ശൂർ ജില്ലയിലെ അക്കിക്കാവിൽ ജനിച്ചു. പാരമ്പര്യവും പുതുമയും കൂട്ടിച്ചേർത്തതാണ് അദ്ദേഹത്തിൻ്റെ രചനാരീതി. അതായത് റഫീഖ് അഹമ്മദിൻ്റെ രചനാരീതി എങ്ങനെയാണ്? പാരമ്പര്യവും പുതുമയും കൂട്ടിച്ചേർത്ത രചനാരീതി. പാറയിൽ പണിഞ്ഞത്, സ്വപ്നവാങ്മൂലം, ആൾമറ, ചീട്ടുകളിക്കാർ, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, ശിവകാമി, തോരാമഴ എന്നിവയാണ് റഫീഖ് അഹമ്മദിൻ്റെ കവിതാ സമാഹാരങ്ങൾ. മക്കളെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ അത് റഫീഖ് അഹമ്മദിൻ്റേതാണ്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കുമാരനാശാൻ്റേതാണ്. ഒന്നുകൂടി പറയാം, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ റഫീഖ് അഹമ്മദിൻ്റെ കൃതിയാണ്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ അത് കുമാരനാശാൻ്റേതാണ്. ശിവകാമി, തോരാമഴ എന്നിവയാണ് കവിതാ സമാഹാരങ്ങൾ. ചലച്ചിത്രഗാന രചയിതാവ് എന്ന നിലയിൽ പ്രസിദ്ധനാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡും ചലച്ചിത്രഗാന രചനയ്ക്കുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തേക്ക്. അതായത് വൃദ്ധസദനങ്ങൾ പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതായത് മാതാപിതാക്കളെ അവർക്ക് വാർദ്ധക്യമായി കഴിയുമ്പോൾ പുതുതലമുറയ്ക്ക് അതൊരു ഭാരമായി തോന്നുകയും അവരെ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം പലയിടങ്ങളിലും നാം കാണുന്നതാണ്. ഇവിടെയും ഈ പാഠഭാഗത്തും നാം പരിചയപ്പെടുന്ന അമ്മയെ മകൻ ഭാര്യയുടെ നിർബന്ധം സഹിക്കാനാവാതെ പലയിടങ്ങളിലായി ഉപേക്ഷിക്കാൻ തയ്യാറായി നടക്കുന്നു. അവിടെയെല്ലാം അദ്ദേഹത്തെ എന്തോ ഒന്ന് അതിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് കവിതാഭാഗത്തേക്ക്. പിൻസീറ്റിലേക്ക് എത്ര നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ, നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനെന്നും. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി, പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. പിൻസീറ്റിലേക്ക് എത്ര നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്ന അമ്മ. അതായത് ഈ മകൻ അമ്മയെ കാറിൽ എവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടാണ് കൊണ്ടുപോകുന്നത്. എത്ര നേരെ ഇരുത്തിയിട്ടും ഒരു വശത്തേക്ക് ചെരിഞ്ഞ്, ഓരം വശം ചെരിഞ്ഞ് ഇരിക്കുകയാണ് അമ്മ. ചെരിഞ്ഞും മടങ്ങി. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ. നീരറ്റ് വെള്ളമില്ലാതെ എന്ന് പറയാം. അതായത് ശരീരത്തിലെ വെള്ളം എന്ന് പറയുന്നതും ശരീരത്തിൻ്റെ ഓജസ്, തേജസ്, രക്തസഞ്ചാരം ഇതെല്ലാം ഇല്ലാതായി. കാരണം വാർദ്ധക്യം ഏറെയായി ഈ അമ്മയ്ക്ക്. കൈച്ചുള്ളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ഷീണിച്ച കൈകളെയാണ്. നീരാതെ, നിവർത്താതെ, മാറോട് ചേർത്ത് സ്വന്തം ദേഹത്തേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് അവർ. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചില്ല. എന്താണ് കാരണം? കൊണ്ടുപോകുന്നത് സ്വന്തം മകനാണ്. അപ്പം ഈ അമ്മ മകനോട് ചോദിച്ചില്ല, എന്നെ എങ്ങോട്ടാ മോനെ കൊണ്ടുപോകുന്നതെന്ന്. എന്തിനാണെന്നും ചോദിച്ചില്ല. പക്ഷേ ആ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. അമ്മയുടെ കണ്ണുകളെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? മങ്ങിപ്പഴകിയ പിഞ്ഞാണത്തിനോട്. ഈ കണ്ണുകൾ എങ്ങനെയാണ്? പാടയും പീളയും മൂടിയ കണ്ണുകളാണ്. ഏറെ ബുദ്ധിമുട്ടി അതായത് ഏറെ തുറന്നിരിക്കുന്ന കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഈ പാട പീള വാർദ്ധക്യ സഹജമായതുകൊണ്ട് ഈ കണ്ണുകളിൽ ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. അപ്പോൾ ആ കണ്ണുകളൊന്ന് തുറക്കാനും അടയ്ക്കാനും ഒത്തിരി ബന്ധപ്പെടുന്നുണ്ട് അമ്മ, ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഓർക്കുക, ജീവിച്ചിരുന്ന കാലം ആ കണ്ണുകൾ സ്വന്തം കുഞ്ഞുങ്ങൾക്കായി തുറന്നിരുന്നവയാണ്. അമ്മയുടെ ജീവനും അതുപോലെ രക്തവും എല്ലാം, അമ്മയുടെ ശരീരത്തിലെ ഉള്ള ആരോഗ്യം മുഴുവൻ ആ മാതാപിതാക്കൾ ചെലവഴിച്ചത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് വാർദ്ധക്യമായി കഴിഞ്ഞപ്പോൾ അമ്മയെ എവിടെയെങ്കിലും
മൃഗങ്ങളെ പോലെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു ആധുനിക സമൂഹത്തിന് നേരെയുള്ള നിശിതമായ പരിഹാസവും വിമർശനവും കൂടി റഫീഖ് അഹമ്മദ് അമ്മത്തൊട്ടിലിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയെ കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യം ഇത് പോയിൻ്റായിട്ട് പഠിക്കണം. ആദ്യം എവിടെയാണ് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തൊരൂറ്റം, കുരച്ച് അത് ചാടിക്കുതിക്കുന്നു. മകൻ അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കണം. വിജനമായ ഒരു തെരുവീതിയിൽ കൊണ്ടുപോയി ആളൊഴിഞ്ഞ, ആദ്യം കൊണ്ടു ചെന്നൊരു മാളിലാണ്, അതിൻ്റെ ആളൊഴിഞ്ഞിടത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാം എന്ന് കരുതി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ആളൊഴിഞ്ഞ ഇടത്ത് ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുകയാണോ എന്ന പട്ടി ചിന്തിച്ചിട്ടാണോ, അതോ മകൻ്റെ പ്രവൃത്തിയിൽ അതൃപ്തി കണ്ടിട്ടാണോ, അത് കുരച്ച് ചാടി മകൻ്റെ നേരെ കുതിക്കുന്നു. മകൻ അവിടെ നിന്ന് പിന്തിരിയുന്നു. ഇപ്പം വിജനമായി നിൽക്കുന്നത് തെരുവീഥികളാണ്. അവ ഉറങ്ങാൻ ശ്രമിക്കുന്നത് ആകാശഗോപുരങ്ങൾക്ക് താഴത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ആകാശമാകുന്ന ഗോപുരങ്ങൾക്ക് താഴെ അവ ഉറങ്ങാൻ ശ്രമിക്കുകയാണ് തെരുവീഥികൾ. ഇന്നുറങ്ങിയാലേ വളരെ എനർജറ്റിക്കായിട്ട് വളരെ ഉത്സാഹഭരിതമായി പിറ്റേ ദിവസം അവർക്ക് ഉണർന്നെഴുന്നേക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങും നിതാന്തമായി വിശ്രമിച്ചിരിക്കുന്ന ആ തെരുവീഥിയിൽ മാളുകളുണ്ട്. ആ മാളുകൾ വളരെ വിജനമാണ്. അവിടെയാണ് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അവിടെ ഒരു പട്ടി പെറ്റുകിടക്കുന്നു. അത് കുരച്ചു ചാടി മകൻ്റെ നേരെ കുതിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലായി നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ. നന്ദി.